ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയല്ലോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റായിട്ടുള്ള ഒരു ബനാന സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ പഴങ്ങൾ വെച്ചിട്ട് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ കയ്യിൽ നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ഇരിപ്പുണ്ടാവില്ലേ, അപ്പോൾ അത് വെച്ചിട്ടൊരു സ്നാക്ക് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കണം മുട്ടയുടെ അളവൊക്കെ, ബാക്കിയുള്ള സാധനങ്ങളുടെ അളവൊക്കെ കൂട്ടിയെടുക്കാനായിട്ട് കേട്ടോ. 2 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുന്നേ തന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ട് പ്ലീസ് ഒന്ന് എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമോ അല്ല ഒരു ലൈക്കിൻ്റെ എന്തെങ്കിലും ഒരു ഇത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. എന്നാലല്ലേ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മുട്ടയിലേക്ക് ഞാനിപ്പം ഇച്ചിരി പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി 3 പഴമുണ്ട് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു പഴം ഞാൻ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂണ് പാൽപ്പൊടി, 1 ടീസ്പൂണ് മൈദപ്പൊടി, പിന്നെ 3 ടീസ്പൂണ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതല്ല, പഴത്തിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്ത് കേട്ടോ. വെറുതെ എന്തിനാണ് പഞ്ചസാര ഇടുന്നത്, ആവശ്യമില്ല. അപ്പം പഴയുടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ടോട്ടലി 3 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ഒരു പഴം ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തു. അതിൻ്റെ കൂടെ മുട്ടയുടെ കൂടെയൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 2 പഴം അരിഞ്ഞത് ഇരിപ്പുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു നേരിയ കളറ് ഒന്നും നമ്മൾ വാടി വരില്ല. പഴമൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കില്ല, അതുപോലെ ഒന്നായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച്, ഒരു നുള്ളൊരു ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഇതിലായാലും അതെല്ലാം നമ്മൾ അരയ്ക്കണ സമയത്ത് അതിലായാലും ഏതെങ്കിലും ഒന്നിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ പഴം ഏകദേശം ഒന്ന് വാടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ടൈമിൽ ഏറ്റവും സിമ്മിലായിരിക്കണം ഫ്ലെയിം വെക്കേണ്ടത്. നിങ്ങൾ അടുപ്പൊന്ന് കുറച്ച് വലുതാണെങ്കിൽ ചെറിയ അടുപ്പിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് ആ അരപ്പ് അതിൻ്റെ മുകളിലേക്ക് ഫുള്ള് പഴം കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഏറ്റവും സിമ്മിൽ ചെറിയ അടുപ്പുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പഴം കൂടി ഇതിൽ അരച്ചത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയണത്. നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് പോയിട്ട് അതിൽ അടപ്പിൽ എന്തെങ്കിലും ഹോളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹോളും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്പോഞ്ച് പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എന്തൊരു ബനാന സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ഇവിടെ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ മോൾ ഭാഗവും കൂടി ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് മറച്ചിട്ടിട്ട് പെട്ടെന്ന് എടുക്കട്ടെ. വേറൊരു പാനിലേക്കോ അല്ല ഇതിലേക്കോ മറച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്ന് കളറ് മാറി വന്നതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ചൂടോടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം, ചൂടാറിയതിന് ശേഷം കഴിക്കാം. നല്ല സോഫ്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.